ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നൊരു മാരേജിന് പോകുന്നത് എൻ്റെ ക്ലാസ്മേറ്റിൻ്റെ കസിൻ ബ്രദറിൻ്റെ മാരേജാണ്. സോ ലൈക്ക് നമ്മൾ ഓൾറെഡി നല്ല ലേറ്റായി, 8:30 ആയി മാരേജിന് പോകുന്നത്. 7:30 വരാനാണ് പറഞ്ഞത്. സോ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അമ്മാമ്മയുടെ സാരിയാണ്. സുന്ദരിയായിട്ട് പോവാണ്. എൻ്റെ കൂടെ അമിഷുണ്ട്, പിന്നെ സാമുണ്ട്. സോ നമ്മൾ മൂന്നുപേരും ഒരുമിച്ച്, വേറെ 2-3 ഫ്രണ്ട്സും കൂടെ ഉണ്ട്. അവർ വേറെ വഴിയാണ്. സോ അവരും ഡയറക്റ്റ് വന്നു. എന്തായാലും കറക്റ്റ് സമയത്ത് എല്ലാവരും എത്തി. സോ എൻട്രൻസ് എത്തി. സാരി കാരണം നടക്കാൻ വയ്യ എനിക്ക്. ഞാൻ തന്നെ ഉടുത്തതുകൊണ്ട് എനിക്ക് പേടിയുണ്ട് ഊരിപ്പോകുന്നു. നമ്മൾ ചെന്നപ്പോൾ എന്തായാലും നല്ല ആളുണ്ടായിരുന്നു. എൻട്രൻസ് ഒക്കെ നല്ല ലൈറ്റിങ്ങും നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി ഇവിടെ ലാസ്റ്റ് കാണിച്ചിട്ട് അവിടെ അരണ്യങ്ങളുണ്ടായിരുന്നു, ഇറങ്ങുന്ന നേരങ്ങളുണ്ട്. പിന്നെ ഞാൻ ആ ചേച്ചിയുടെ പേര് ശ്രദ്ധിച്ചില്ലായിരുന്നു. എൻ്റെ സെയിം പേര് തന്നെയായിരുന്നു. ചെന്നുടനെ സ്റ്റാർട്ടേഴ്സൊക്കെ എടുത്തു. നമ്മൾ പിന്നെ കൊണ്ടുവന്ന ഗിഫ്റ്റും ഒക്കെ കൊടുക്കാൻ, ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റേജിലോട്ട് പോകുമായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. സോ ഞാൻ ഫസ്റ്റ് ടൈമാണ് കർണാടക മാരേജ് അറ്റൻഡ് ചെയ്യുന്നത്. സോ എക്സൈറ്റഡ് ആയിരുന്നു. എങ്ങനെ കൾച്ചർ കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആണല്ലോ സൗത്ത് ആണെങ്കിൽ. അപ്പം ആ പുള്ളിയാണ് നമ്മളെ ഇൻവൈറ്റ് ചെയ്തത്. ഇത് സാം. നമ്മൾ പിന്നെ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ടേഴ്സിലോട്ട് കടന്നു. പാനിപ്പൂരി ഐ തിങ്ക് 6 or 8 ടൈപ്സ് ഓഫ് പാനിപ്പൂരി ഉണ്ടായിരുന്നു. എല്ലാം നൈസായിരുന്നു. എൻ്റെ ഫേവറേറ്റ് ഗുവാവ ആയിരുന്നു. അടിപൊളിയായിരുന്നു. ശേഷം നമ്മൾ പിന്നെ ഫുഡിലോട്ട് കടന്നു. അവിടെയും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അവൻ പറയായിരുന്നു ഇറ്റ്സ് ലൈക്ക് നിന്ന് തുടങ്ങിക്കോളാം. സോ ഇവരൊക്കെ നോർത്ത് ഇന്ത്യൻസ് ആയതുകൊണ്ട് ഇവർക്ക് കുറച്ചും കൂടെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. ഇറ്റ്സ് ലൈക്ക് എങ്ങനെ അറിയാനായിട്ട്. കൾച്ചേഴ്സ് എല്ലാം ഡിഫറെൻ്റ് ആണല്ലോ. അങ്ങനെ ഇരുന്നപ്പോൾ നമ്മളുടെ ടിഷ്യൂ വൈപ്സ് വിത്ത് ഇതും വന്ന് ഇല വന്നു. പിന്നെ ബൗൾ വന്നു. ബൗൾ എന്തിനാന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചിരുന്നത്. അപ്പോഴത്തേക്കും ഞാൻ മിഷൻ ചോദിക്കുന്നത് യു എക്സൈറ്റഡ്? സോ ഷി വാസ് ലൈക്ക് യെസ്. അങ്ങനെ നമ്മൾ ബൗൾ എന്തോ സൂപ്പ്, കോൺ സൂപ്പ് വന്നു. ഇറ്റ്സ് ലൈക്ക് വെജ് ആയിരുന്നു. കാരണം മാരേജ് പിറ്റേ ദിവസം, മാരേജിന് മുമ്പുള്ള എന്തോ ഫംഗ്ഷൻ ആയിരുന്നു ഇത്. അപ്പം സ്വീറ്റ്സ് എല്ലാം നമ്മൾ 2 വെച്ച്, നമ്മളെല്ലാവരും 2 വെച്ച് മേടിക്കുന്നുണ്ടായിരുന്നു. ഇത് നല്ലതായിരുന്നു കേട്ടോ. ആലു ചില്ലി ഗോപിയും കണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ എല്ലാം ലിമിറ്റഡ് ഫുഡായിട്ട് കൊടുക്കുന്നത്, അതുകൊണ്ട് വേസ്റ്റ് ആവുന്നില്ല. അതിനുശേഷം മസാല ദോശ വന്നു ഗൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മസാല ദോശ. കുട്ടി മസാല ദോശ, പക്ഷേ നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ പുലാവും അതിൻ്റെ കൂടെ സാലഡും വന്ന്. ശേഷം വൈറ്റ് റൈസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ മേടിച്ചില്ല. എൻ്റെ വയറപ്പോഴത്തേക്കും ഫുള്ളായി. പിന്നെ റിട്ടേൺ ഗിഫ്റ്റായിട്ട് ലേഡീസിന് ആ ബാഗ് ഞാൻ കാണിച്ചു. ഈ ബാഗും ജെൻസിന് ആ മറ്റേ ഒരു പ്ലാസ്റ്റിക് താങ്ക് യു എന്ന് എഴുതിയത്. ലേഡീസിൻ്റെ ബാഗ് ഭയങ്കര നല്ല ക്യൂട്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ച് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പോയിരുന്നു. പിന്നെ നമ്മൾ ഇവനെ കൊണ്ട് ഐസ്ക്രീം എടുപ്പിച്ച്, പിന്നെ നമ്മൾ കല്യാണത്തിൻ്റെ കാര്യമൊക്കെ പറയായിരുന്നു. നോർത്തിലെ മാരേജ്, സൗത്ത് മാരേജ്. ഫസ്റ്റ് ടൈം അറ്റൻഡിങ് peaceful marriage, not that my culture is like full on music. Exactly. അങ്ങനെ കത്തിയൊക്കെ കഴിച്ച് 12 മണിയായപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്ന പിന്നെ നമുക്ക് ഇറങ്ങാം. അങ്ങനെ ഇവനോട് ഒന്നുകൂടെ താങ്ക് യു പറഞ്ഞ് നമ്മൾ കാർ ബുക്ക് ചെയ്തിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ അപ്പോഴാണ് ഗൈസ് ഞാൻ അരണ്യത്തിനെ കാണുന്നത്. പിന്നെ നോർത്ത് മാരേജ് ഭയങ്കര ലൗഡാണ്. ഇറ്റ്സ് ലൈക്ക് കാമായിരുന്നു എന്ന് പറയായിരുന്നു. സൗത്ത് മാരേജ് വീട്ടിൽ വന്നിരുന്ന തൊരയായിരുന്നു.